ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 79-ാം ദിവസം. വാഗ്ദത്ത ദേശത്തിൻ്റെ അതിരുകൾ. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 34-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം, 120-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് കാനാൻ ദേശത്തിൻ്റെ അതിരുകൾ വിവരിക്കുന്ന ഭാഗവും നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മരണത്തിന് മുമ്പുള്ള മോശയുടെ ആശീർവാദവുമാണ് ഇന്ന് നാം വായിക്കുന്നത്. അതിരുകളെക്കുറിച്ച് അവബോധം ഉള്ളവരായാൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ആസ്വാദ്യകരമായി സ്വീകരിക്കാൻ നമ്മെ സഹായിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 34-ാം അധ്യായം, ദേശത്തിൻ്റെ അതിരുകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ കൽപ്പിച്ചു പറയുക, നിങ്ങൾ കാനാൻ ദേശത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി തീരാനിരിക്കുന്ന കാനാൻ ദേശം അതിൻ്റെ അതിർത്തികളനുസരിച്ച് ഇതാണ്. നിങ്ങൾക്ക് തെക്കേ അതിര് ഏദോമിൻ്റെ വശം ചേർന്ന് സീൻ മരുഭൂമി മുതലായിരിക്കും. ഉപ്പുകടലിൻ്റെ അറ്റത്ത് മുന്നോട്ടായിരിക്കും നിങ്ങൾക്കുള്ള തെക്കേ അതിർത്തി. എന്നിട്ട് നിങ്ങൾക്കുള്ള അതിർത്തി തെക്ക് നിന്ന് അക്രാബീം കയറ്റത്തിന് വലം വച്ച് സിന്നിലേക്ക് കടക്കും. അതിൻ്റെ സീമാന്തങ്ങൾ തെക്ക് നിന്ന് കാദേശ് ബർണായിലേക്ക് ആയിരിക്കും. അത് ഹസാർ അദ്ദാറിലേക്ക് മുന്നേറി അസ്മോനിലേക്ക് കടക്കും. ആ അതിർത്തി അസ്മോനിൽ നിന്ന് ഈജിപ്ത് അരുവിയിലേക്കും തിരിയും. അതിൻ്റെ സീമാന്തങ്ങൾ സമുദ്രത്തിലേക്കാണ്. പടിഞ്ഞാറേ അതിർത്തി നിങ്ങൾക്ക് മഹാസമുദ്രം ഒരു അതിർത്തിയായി ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്ക് പടിഞ്ഞാറേ അതിർത്തി. ഇതായിരിക്കും നിങ്ങൾക്കുള്ള വടക്കേ അതിർത്തി. മഹാസമുദ്രം മുതലുള്ള ഹോർമലനിര നിങ്ങൾക്കായി നിങ്ങൾ അടയാളപ്പെടുത്തണം. ഹോർമലയിൽ നിന്ന് ലെബോ ഹമാത്ത് വരെ നിങ്ങൾ അടയാളപ്പെടുത്തണം. അതിർത്തിയുടെ അറ്റങ്ങൾ സേദാദിലേക്ക് ആയിരിക്കണം. തുടർന്ന് അതിർത്തി നീളുന്നത് സിഫ്രോനിലേക്കായിരിക്കും. അതിൻ്റെ സീമാന്തങ്ങൾ ഹസാർ യാനാൻ ആയിരിക്കും. ഇതായിരിക്കും നിങ്ങൾക്കുള്ള വടക്കേ അതിർത്തി. നിങ്ങൾക്കുള്ള കിഴക്കേ അതിർത്തിയായി ഹസാർ യാനാൻ മുതൽ ഷെഫാമിലേക്ക് നിങ്ങൾ അടയാളപ്പെടുത്തണം. ആയിരിൻ്റെ കിഴക്ക് നിന്ന് ഷെഫാം മുതൽ ഇർബ്ലായിലേക്ക് അതിർത്തി താഴേക്കിറങ്ങും. അതിർത്തി താഴോട്ട് ഇറങ്ങി കിന്നരത്ത് കടലിൻ്റെ കിഴക്കേ ചെരുവിനോട് ചേരും. ആ അതിർത്തി ജോർദാനിലേക്ക് ഇറങ്ങും. അതിൻ്റെ സീമാന്തങ്ങൾ ഉപ്പുകടൽ ആയിരിക്കും. ചുറ്റുമുള്ള അതിൻ്റെ അതിർത്തികളനുസരിച്ച് നിങ്ങൾക്കുള്ള ദേശം ഇതായിരിക്കും. മോശ ഇസ്രായേല്യരോട് ഇപ്രകാരം കൽപ്പിച്ചു: 9 ഗോത്രങ്ങൾക്കും ഗോത്രപാതിക്കുമായി കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതാണ്. അത് നിങ്ങൾ നറുക്കെടുപ്പ് വഴി അവകാശപ്പെടുത്തണം. എന്തെന്നാൽ തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് റൂബന്യഗോത്രവും തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഗാദ്യഗോത്രവും അവകാശം എടുത്തല്ലോ. മനാസയുടെ ഗോത്രപാതിയും എടുത്തു കഴിഞ്ഞു. 2 ഗോത്രങ്ങളും ഗോത്രപാതിയും ജെറിക്കോയുടെ ജോർദാൻ അക്കരെ നിന്ന് പുതിയ ദിശയിൽ കിഴക്കോട്ടേക്ക് തങ്ങളുടെ അവകാശം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു: നിങ്ങൾക്കായി ദേശം അവകാശമായി തരുന്ന ആളുകളുടെ പേരുകൾ ഇവയാണ്: പുരോഹിതൻ എലയാസർ, നൂനിൻ്റെ മകൻ ജോഷുവ. ദേശം അവകാശമായി തരാൻ ഗോത്രത്തിന് ഒരു നേതാവിന് വീതം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആളുകളുടെ പേരുകൾ ഇവയാണ്: യൂദാഗോത്രത്തിന് യെഫുന്നയുടെ മകൻ കാലബ്, ശിമയോന്യ ഗോത്രത്തിന് അമ്മിഹൂദിൻ്റെ മകൻ ഷെമുവേൽ,
ബെഞ്ചമിന്യ ഗോത്രത്തിന് കിസ്ലോൻ്റെ മകൻ എലിദാദ്. ധാന്യഗോത്രത്തിന് നേതാവ് യൊഗ്ലിയുടെ മകൻ ബുക്കി. ജോസഫിൻ്റെ പുത്രന്മാരിൽ മനാസെ ഗോത്രത്തിന് നേതാവ് എഫോദിൻ്റെ മകൻ ഹന്നിയേൽ. എഫ്രായിമ്യ ഗോത്രത്തിന് നേതാവ് ഷിഫ്താൻ്റെ മകൻ കെമുവേൽ. സെബുലൂന്യ ഗോത്രത്തിന് നേതാവ് പർനാക്കിൻ്റെ മകൻ എലിസാഫാർ. ഇസാക്കറിയ ഗോത്രത്തിന് നേതാവ് അസാൻ്റെ മകൻ പൽത്തിയൻ. ആഷേറിയ ഗോത്രത്തിന് നേതാവ് ഷലോമിൻ്റെ മകൻ അഹിഹൂദ്. നഫ്താലിയ ഗോത്രത്തിന് നേതാവ് അമ്മിഹൂദിൻ്റെ മകൻ പെദാഹേൽ. ഇസ്രായേലിലെ കാനാൻ ദേശത്ത് അവകാശികളാക്കുന്നതിന് കർത്താവ് നിയോഗിച്ചത് ഇവരെയാണ്. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം. ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് മുമ്പ് ഇസ്രായേലിനെ അനുഗ്രഹിച്ചുകൊണ്ട് നൽകിയ ആശീർവാദമാണിത്. അവൻ പറഞ്ഞു, കർത്താവ് സീനായിൽ നിന്ന് വന്നു, സേറിൽ നിന്ന് അവിടുന്ന് അവർക്കായി ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് പ്രകാശിച്ചു, വിശുദ്ധഗണത്തിൻ്റെ 10,000-ങ്ങളിൽ നിന്ന് അവിടുന്ന് എഴുന്നള്ളി, അവിടുത്തെ വലം കൈയിൽ നിന്ന് അവർക്കായി പ്രമാണാഗ്നിയും. അവിടുന്ന് ജനങ്ങളെ പരിലാളിക്കുന്നവൻ തന്നെ. വിശുദ്ധരെല്ലാവരും അങ്ങേ കരങ്ങളിലാണ്. അങ്ങയുടെ പദാന്തികത്തിൽ ഇരുന്ന് അങ്ങയുടെ അവർ വചസ്സുകൾ സ്വാംശീകരിച്ചു. യാക്കോബിൻ്റെ കൂട്ടർക്ക് പിതൃസ്വത്തായി നമുക്ക് വേണ്ടി മോശ നിയമം പ്രഖ്യാപിച്ചു. ജനത്തിൻ്റെ തലവന്മാർ ഇസ്രായേൽ ഗോത്രങ്ങളുമായി ഒന്നായി ചേർന്നപ്പോൾ യെഷുറൂണിൽ രാജാവുണ്ടായി. റൂബൻ ജീവിക്കട്ടെ, അവൻ മരിക്കാതിരിക്കട്ടെ, അവൻ്റെ മൃതർ സംഖ്യാപരിമിതമാകട്ടെ. ഇതാണ് യൂദായെക്കുറിച്ച് അവൻ പറഞ്ഞത്. കർത്താവെ, യൂദായുടെ സ്വരം ശ്രവിക്കണമേ, അവനെ സ്വജനത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണമേ. അവന് തൻ്റെ കരങ്ങൾ അനേകമായിരിക്കട്ടെ, അവൻ്റെ എതിരാളികളിൽ നിന്ന് അങ്ങ് തുണയായിരിക്കണമേ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു, അങ്ങയുടെ തുമ്മീമും ഉറീമും അങ്ങയുടെ ഓരോ ഭക്തനുള്ളതാണ്. മാസായിൽ വെച്ച് അവനെയാണ് അങ്ങ് പരീക്ഷിച്ചത്. മെരീബ ജലാശയത്തിങ്കൽ അവനുമായാണ് അങ്ങ് ശണ്ട കൂടിയത്. അവരെ ഞാൻ ശ്രദ്ധിക്കുകയില്ലെന്ന് തൻ്റെ പിതാവിനെയും മാതാവിനെയും പറ്റി അവൻ പറഞ്ഞു. സ്വസഹോദരനെ അവൻ പരിഗണിച്ചില്ല, സ്വന്തം മക്കളെ തിരിച്ചറിഞ്ഞതുമില്ല. അങ്ങനെ അവർ അങ്ങയുടെ വാക്കു പാലിച്ചു, അങ്ങയുടെ ഉടമ്പടി കാത്തു. യാക്കോബിനെ അവർ അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കും, ഇസ്രായേലിനെ അങ്ങയുടെ നിയമവും. അവർ അങ്ങേ സന്നിധിയിൽ ധൂപമർപ്പിക്കും, അങ്ങേ ബലിപീഠത്തിന്മേൽ സമ്പൂർണ്ണയാകവും. കർത്താവെ, അവൻ്റെ സമ്പാദ്യത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ കരവേലയിൽ പ്രസാദിക്കണമേ. അവൻ്റെ പ്രതിയോഗികളുടെ അരക്കെട്ടുകൾ തകർക്കണമേ, എഴുന്നേൽക്കാതിരിക്കും വിധം അവനെ വെറുക്കുന്നവരെയും. ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ അവിടുത്തോട് ചേർന്ന് സുരക്ഷിതമായി നിവസിക്കുന്നു. ദിവസം മുഴുവൻ അവിടുന്ന് അവനെ ചൂഴ്ന്നു നിൽക്കുന്നു, അവിടുത്തെ ചുമലുകൾക്കിടയിൽ അവൻ നിവസിക്കും. ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു, അവൻ്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ. ആകാശത്തിൻ്റെ സുഭഗതയിലും മഞ്ഞുതുള്ളിയാലും താഴെ പതിഞ്ഞുകിടക്കുന്ന ആഴത്താലും സൂര്യൻ്റെ ഉത്കൃഷ്ട ഫലങ്ങളാലും ചന്ദ്രമാസങ്ങളുടെ വിശിഷ്ട വിഭവങ്ങളാലും പ്രാചീന പർവ്വതശൃംഗങ്ങളാലും ശാശ്വത ശൈലങ്ങളുടെ വൈശിഷ്ട്യത്താലും ഭൂമിയുടെയും അത് ഉൾക്കൊള്ളുന്നവയുടെയും ഐശ്വര്യത്താൽ ജോസഫിൻ്റെ ശിരസിലും സ്വസഹോദരന്മാരുടെ നേതാവിൻ്റെ മൂർധാവിലും മുൾപ്പടർപ്പിൽ വസിക്കുന്നവൻ്റെ പ്രസാദം വരുമാറാകട്ടെ. അവൻ്റെ കാളയുടെ കടിഞ്ഞൂൽ അവന് ഭൂഷണം, അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ. അവ കൊണ്ട് അവൻ ജനപദങ്ങളെ ഒന്നാകെ ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളിമാറ്റും. അവരാണ് എഫ്രായിമിൻ്റെ 10,000-ങ്ങൾ, മനാസയുടെ 1000-ങ്ങളും അവർ തന്നെ. സെബുലൂണിനെക്കുറിച്ച് അവൻ പറഞ്ഞു, സെബുലൂൺ, നീ നിൻ്റെ പുറപ്പാടിൽ സന്തോഷിച്ചാലും, ഇസാക്കർ, നീ നിൻ്റെ കൂടാരത്തിലും. അവർ ജനങ്ങളെ പർവ്വതങ്ങളിലേക്ക് വിളിക്കും, അവിടെ അവർ നീതിയുടെ ബലികൾ അർപ്പിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി നുകരും, മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും. ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ഗാദിനെ വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ. അവനൊരു സിംഹത്തെപ്പോലെ വസിക്കും, അവൻ ഭുജം കടിച്ചു കീറും, മൂർധാവ് പോലും. പ്രധാന ഭാഗം അവൻ സ്വയം ആസ്വദിച്ചു, എന്തെന്നാൽ നായകൻ്റെ ഓഹരി അവിടെ നീക്കിവെച്ചിരുന്നു. അവൻ ജനത്തിൻ്റെ തലവന്മാരെ സമ്മേളിപ്പിച്ച്
കർത്താവിൻ്റെ നീതി നടപ്പിലാക്കി. ഇസ്രായേലിൽ അവിടുത്തെ ന്യായപ്രമാണങ്ങളും. ദാനിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ദാൻ സിംഹക്കുട്ടിയാണ്, അവൻ ബാഷാനിൽ നിന്ന് കുതിച്ചു ചാടുന്നു. നഫ്താലിയെക്കുറിച്ച് അവൻ പറഞ്ഞു, നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണ്ണൻ. നീ പശ്ചിമ ദക്ഷിണ പ്രവിശ്യകൾ കൈവശമാക്കുക. ആഷേറിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ആഷേർ പുത്രന്മാർ മൂലം അനുഗ്രഹീതൻ, അവൻ സ്വസഹോദരന്മാരുടെ പ്രിയങ്കരനായിരിക്കട്ടെ. അവൻ തൻ്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. നിന്റെ ഓടാമ്പലുകൾ ഇരുമ്പും പിച്ചളയും, നിന്റെ ആയുസോളം നിന്റെ സുസ്ഥിതിയും. യഷ്റൂണിൻ്റെ ദൈവത്തെപ്പോലെ ആരുമില്ല. അവിടുന്ന് തൻ്റെ ശക്തി കൊണ്ട് ആകാശത്തിലും തൻ്റെ പ്രാഭവം കൊണ്ട് ആകാശവിധാനത്തിലും സവാരി ചെയ്യുന്നു. പുരാതനത്വത്തിൻ്റെ ദൈവം വാസകേന്ദ്രമാണ്. കീഴേ നിന്ന് നിത്യതയുടെ കരങ്ങൾ. അവിടുന്ന് തൻ്റെ മുമ്പിൽ നിന്ന് ശത്രുവിനെ തുരത്തും. സംഹരിക്കൂ എന്ന് അവിടുന്ന് പറയും. ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും. യാക്കോബ് ഏകനായി പാർക്കും, ധാന്യത്തിൻ്റെയും പുതുവീഞ്ഞിൻ്റെയും ദേശത്ത് തന്നെ. അതെ, അവിടുത്തെ ആകാശം മഞ്ഞു പൊഴിക്കും. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ. നിന്റെ സഹായത്തിൻ്റെ പരിചയം, നിന്റെ പ്രാഭവത്തിൻ്റെ വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട ജനമേ, നിന്നെപ്പോലെ ആരാണുള്ളത്? നിന്റെ ശത്രുക്കൾ നിനക്ക് വിധേയരാകും, അവരുടെ പൂജാഗിരികൾക്കുമേൽ നീ ചവിട്ടി നടക്കും. സങ്കീർത്തനം 120. യുദ്ധവും സമാധാനവും. ആരോഹണ ഗീതം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. വ്യാജം നിറഞ്ഞ അധരത്തിൽ നിന്ന്, വഞ്ചനയുടെ നാവിൽ നിന്ന് കർത്താവെ എന്നെ മോചിപ്പിക്കണമേ. വഞ്ചനയുടെ നാവേ, അവിടുന്ന് നിനക്ക് എന്താണ് തരിക? അവിടുന്ന് നിനക്ക് എന്താണ് കൂട്ടിച്ചേർക്കുക? യോദ്ധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും ഒപ്പം മുൾച്ചെടിക്കനലുകളും. എനിക്ക് ദുരിതം. മേശയ്ക്കാണല്ലോ ഞാൻ വാസസ്ഥാനമാക്കിയിരിക്കുന്നത്. കേദാർ കൂടാരങ്ങളോടൊത്താണല്ലോ ഞാൻ പാർക്കുന്നത്. സമാധാനദ്വേഷിയോടൊത്ത് വസിക്കുന്നത് എൻ്റെ ആത്മാവിന് മതിയായി. സമാധാനപ്രേമിയായി ഞാൻ സംസാരിക്കുമ്പോൾ അവരോ യുദ്ധത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്.